സംയുക്ത ഏയ് എന്തു പറ്റി? സാം ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോ വേറെ ഏതോ ലോകത്തേക്ക് പോയതുപോലെ എനിക്ക് തോന്നി. എന്തു പറ്റി ഇവിടെ വന്നപ്പോ അങ്ങനെ കാര്യമായിട്ട് ആലോചിക്കാനായിട്ട്? അങ്ങനെയൊന്നുമില്ല. ഈ റൂം കണ്ടപ്പോ എനിക്ക് എനിക്ക് അമേരിക്കയിലെ എന്റെ ആദ്യത്തെ വീടിന്റെ റൂമാ ഓർമ്മ വന്നെ. ബൈ ദ വേ, ഈ റൂമില് ഒരുപാട് ബുക്സ് ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ. താങ്കൾക്ക് വായിക്കുന്ന ഹോബി ഉണ്ടോ? പണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഹോബി ഇല്ലായിരുന്നു. ഇപ്പൊ കുറച്ചായിട്ട് തുടങ്ങിയതാ. നിങ്ങളുടെ ഭാര്യ പോയതിനു ശേഷമാണോ? എന്ന് ചോദിച്ചാ അത് ശരിയാണ്. ഇതിലിത്ര ആലോചിക്കാനൊന്നുമില്ലല്ലോ. മിഥുന്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയം നിങ്ങൾ രണ്ടുപേരും നല്ല റൊമാൻസിലായിരിക്കുമല്ലോ. ആൾ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോ ആ സമയം മുഴുവൻ ബോറടിച്ച് തുടങ്ങിക്കാണു അല്ലേ? അതല്ലേ സത്യം? അപ്പോ ഇതൊക്കെ നിങ്ങളുടെ പുതിയ ശീലങ്ങളായിരിക്കും അല്ലേ? അങ്ങനെ പുതിയതല്ല, ഇതിപ്പോ കുറച്ചു നാളായിന്ന് പറയാം. കുറച്ചു നാളായി എന്ന് പറയുമ്പോ എത്ര നാളായി? മേഘന പോയത് മുതൽ. അത് നിങ്ങൾക്ക് സന്തോഷായിരുന്നോ അതോ വിഷമായിരുന്നോ? ദേഷ്യായിരുന്നു. ദേഷ്യോ? എന്തിനായിരുന്നു ആ ദേഷ്യം? അവൾ എന്നോട് ഈ കുടുംബത്തോടും ചതി കാണിച്ചിട്ട് പോയതിലുള്ള ദേഷ്യം. എന്റെ ഈ കുടുംബത്തെ മുഴുവൻ കണ്ണുനീരിൽ ആഴ്ത്തിയതിനുള്ള ദേഷ്യം. ഞങ്ങൾ അത്രയധികം അവളെ സ്നേഹിച്ചിട്ടും ഞങ്ങളെ വഞ്ചിച്ചിട്ട് പോയതിലുള്ള ദേഷ്യം. അതുകൊണ്ട് എന്റെ മൈൻഡിൽ നിന്നെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട്. എങ്ങനെയാ അവോയ്ഡ് ചെയ്യാൻ പോകുന്നത്? ഞാനിപ്പോ നിങ്ങളുടെ മുന്നിലല്ലേ നിൽക്കുന്നേ. എന്നെ എങ്ങനെ മിഥുനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? ഞാനെന്തിനാ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നേ? ഐ മീൻ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അതേ രൂപത്തിലുള്ള എന്നെ എങ്ങനെ അവോയ്ഡ് ചെയ്യാതിരിക്കുന്നേ? ഒരു തവണയെങ്കിലും നിങ്ങളുടെ ഭാര്യയുടെ ഫോട്ടോ ഒന്ന് കാണിക്കൂ. വൈ നോട്ട്? കാണിച്ചാലോ? സംയുക്ത മാഡം, സംയുക്ത മാഡം, വാട്ട് ഹാപ്പൻ? എന്തു പറ്റി? എന്തുകൊണ്ടാ പെട്ടെന്ന് കണ്ണൊക്കെ നിറഞ്ഞേ? ഈ ഫോട്ടോ കണ്ടപ്പം എന്തിനാ കരയുന്നേ? ഒന്നുമില്ല മിഥുൻ, കാണാൻ എന്നെ പോലെ തന്നെ ഉണ്ടല്ലേ. എന്നെ പോലെ തന്നെ ഒരാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അതുകൊണ്ടാ ഞാൻ കുറച്ച് ഇമോഷണൽ ആയി പോയത്. പക്ഷെ അത്രയ്ക്ക് അങ്ങ് ഇമോഷണൽ ആകാൻ പറ്റിയ ഒരു ക്യാരക്ടർ ഒന്നും അല്ല അവളുടേത്.
എന്നാലും എന്തിന്റെ പേരിലാ നിങ്ങൾക്ക് അവളോട് ഇത്ര ദേഷ്യം? അവളുടെ പേരിൽ ഞങ്ങൾ കൊടുത്ത ഷെയർസ് എല്ലാം അവൾ വേറൊരാൾക്ക് എഴുതി കൊടുത്തു. അതിന്റെ പേരിൽ ഞങ്ങളുടെ കുടുംബം പോലും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാലേ. നിന്റെ ഭർത്താവ് നിന്റെ പേരിൽ ചില ഷെയർസ് ഒക്കെ എഴുതി തന്നിട്ടില്ലേ? അതല്ല എന്റെ പേരിലേക്ക് ഇങ്ങ് ട്രാൻസ്ഫർ ചെയ്തേക്ക്. ഓ, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വൈഫ് കുറച്ച് സെൽഫിഷ് ആയിരിക്കുമെന്ന്. എപ്പോഴും ഇങ്ങനെയാണോ അവള് നിങ്ങളോട് പെരുമാറിയത്? നോ, അവൾ എപ്പോഴും അങ്ങനെയൊന്നുമല്ല. ജീവിതത്തിൽ ഒരൊറ്റ തവണ മാത്രം എന്നെ അവൾ ചതിക്കായിരുന്നു. ഞാനൊരു കാര്യം പറയാം മിഥുൻ, സെൽഫിഷ് ആയിട്ടുള്ള ഒരാള് എപ്പോഴും സെൽഫിഷായി മാത്രമേ പെരുമാറൂ. പക്ഷെ നിങ്ങൾ തന്നെ പറയുന്നു ആകെ ഒരു തവണ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ എന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു തവണ അങ്ങനെ ചെയ്തതിന് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കില്ലേ? മനുഷ്യ ജീവിതങ്ങൾ അങ്ങനെയാണല്ലോ. ചെയ്ത ഒരേ ഒരു തെറ്റിന്റെ പേരിൽ അയാളുടെ പേഴ്സണാലിറ്റി തന്നെ ഇങ്ങനെ എഴുതി തള്ളരുത്. നമ്മുടെ ഭാഗത്ത് ശരി മാത്രം വിചാരിച്ചുകൊണ്ട് നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഹലോ മിസ് സംയുക്ത. എന്താ മഞ്ജരി, വോയിസ് മോഡുലേഷനിൽ ചെറിയൊരു മാറ്റം ഉണ്ടല്ലോ. കുറച്ച് കോൺഫിഡൻസ് കൂടിയ പോലെ. എന്താ കാര്യം? പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ നല്ലൊരു അഭിനേത്രിയാണല്ലോ. ഞാൻ ആക്ട് ചെയ്തെന്നോ? എന്ത് കാര്യത്തിൽ? നിങ്ങൾ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നെന്ന് ഞാൻ ഇവിടെ ഒരു കള്ളം പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഞാൻ പറഞ്ഞ കള്ളത്തെ സത്യമാണെന്ന് അങ്ങനെ സമ്മതിച്ചല്ലോ. സാഹചര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുന്നതിനും ആളുകളെ മനസ്സിലാക്കുന്നതിനും എനിക്ക് പ്രത്യേക കഴിവാ. മഞ്ജരി ഇപ്പൊ പറയാൻ വന്നത് മറ്റെന്തോ ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയുന്നതാ എനിക്കിഷ്ടം. ഈ വീട്ടിലുള്ള ആരെയും കുറിച്ച് അധികം കേൾക്കുകയും അറിയുകയും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ട് ഈ വീട്ടിൽ താമസിക്കാൻ തയ്യാറുമായി. എന്തായാലും പെട്ടെന്ന് ആരും ഇതിനൊന്നും സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങളെ അറിയിക്കാൻ എനിക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്. എന്താ അത്? അത്ര പ്രധാനപ്പെട്ടതൊന്നുമല്ല. ഇവിടെ ഉണ്ടായിരുന്ന ഒരു മേഘനയ്ക്കൊരു വീഡിയോ വലിയ ഇഷ്ടമായിരുന്നു. സത്യം പറഞ്ഞ പേടിയുമായിരുന്നു. ആ വീഡിയോയിലെ പ്രധാനപ്പെട്ട കാര്യം ഇവിടുള്ള അരുണിമാൻറ്റി എന്റെ അമ്മയെ ആക്സിഡന്റ് ആക്കുന്നത് ക്ലിയർ കട്ടായി തന്നെ കാണിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ക്ലാരിറ്റി പറഞ്ഞ ഇവിടുത്തെ അരുണിമാൻറ്റി ഡ്രൈവ് ചെയ്തപ്പോ ആന്റി ഇപ്പൊ ഒരാളുടെ തെറ്റ് മാത്രം കൊണ്ടാ എന്റെ അമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടതെന്ന് ഇവിടെ ഓരോരുത്തരും മനസ്സിലാക്കുന്ന വീഡിയോ. ആ വീഡിയോ എങ്ങാനും പുറത്തു വന്നാ അത് അരുണിമാൻറ്റിക്ക് വലിയൊരു പ്രശ്നം തന്നെയാ. അതുകൊണ്ട് ആ വീഡിയോ ഞാൻ ഇതുവരെ ഡിലീറ്റ് ഒന്നും ചെയ്യാതെ എന്റെ കയ്യിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ അത് പുറത്തും വിട്ടിട്ടില്ല. പക്ഷേ ഇപ്പൊ ഞാൻ ആലോചിക്കുമായിരുന്നു ആ വീഡിയോ ഒന്ന് പുറത്തു വിട്ടാലോന്ന്. അരുണിമ ആന്റി കാരണമാണ് നിങ്ങളുടെ അമ്മ മരിച്ചതെങ്കിൽ മഞ്ജരി അത് പുറത്തുവിടാതെ ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നത് ഇപ്പോഴും എന്തിനു വേണ്ടിയാണ്? ആ വീഡിയോ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പോരായിരുന്നോ? കോടതിയിൽ അതൊരു പ്രധാന തെളിവല്ലേ?
അരുണിമ ആന്റിക്ക് കിട്ടേണ്ട ശിക്ഷയും കിട്ടുമല്ലോ. ഇപ്പൊ അതുകൊണ്ട് എന്തുണ്ടാവാനാ? ഒന്നും സംഭവിക്കില്ല. അതെന്താ? എന്തുകൊണ്ട്? ഹാ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വിഷയത്തെ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ ഇത്രയും നാളും എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നവര് ചോദിക്കും. ഇതുവരെ ഈ വീഡിയോ മറച്ചു വെച്ചത് എന്തിനാണെന്ന് അവര് ചോദ്യങ്ങൾ ചോദിക്കും. അതിനൊക്കെ പറയാനുള്ള ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ. മാത്രല്ല, ഇത് ചിലപ്പോ 1-2 വർഷം അല്ലെങ്കിൽ 3 വർഷം മുന്നേ നടന്ന കാര്യങ്ങളായിരിക്കുമല്ലോ. ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു കാര്യം അന്ന് പുറത്തുവിട്ടിരുന്നെങ്കിൽ തെറ്റ് ചെയ്തവർക്ക് എന്തായാലും ശിക്ഷ കിട്ടിയേനെ. അരുണിമ ആന്റി ഈസ് വെരി ലക്കി. ഇൻഫാക്ട് അരുണിമ ആന്റി ഇപ്പൊ ആ വീഡിയോയെ കുറിച്ച് ബോധർ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരിക്കില്ല. ഇവിടെ ഇപ്പോ മേഘന ഉണ്ടായിരുന്നുവെങ്കിലും ആ കുട്ടിയും ആ വീഡിയോയെ കുറിച്ച് ഒന്നും മൈൻഡ് ചെയ്യില്ല. ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊന്നും ലേറ്റ് ആക്കരുത് മഞ്ജരി. ദേഷ്യം ഉണ്ടെങ്കിൽ അത് കാണിക്കണം, പക ഉണ്ടെങ്കിൽ റിവെഞ്ച് എടുക്കണം. ഇപ്പൊ നോക്ക്, മഞ്ജരി ലേറ്റ് ആക്കിയതുകൊണ്ട് അരുണിമ ആന്റിക്ക് ഇനി ജയിലിലേക്ക് പോവേണ്ട ആവശ്യം വരില്ല. അയ്യോ, സോറി ഫോർ യുവർ ഹെൽപ്ലെസ്നെസ്. ബൈ ദ വേ, രാവിലെ ഞാൻ വീട്ടിലേക്ക് കേറി വന്ന സമയത്ത് മഞ്ജരി എന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് ഞാൻ കള്ളം പറഞ്ഞില്ലേ? കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഞാനാണെങ്കിൽ ആ കള്ളത്തരം കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. ഇപ്പൊ മഞ്ജരി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തന്നെ അകത്ത് പോയി എല്ലാം മാറ്റി പറയാം. ആ, അത് കള്ളത്തരം തന്നെയാണ്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാം. എന്താ ആന്റി ഇത്? ആ വീഡിയോ ആണ് ഞാൻ ഈ വീട്ടിലെ എന്നെ ശക്തമായ ആയുധായി കണ്ടത്. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യമില്ലെന്ന് എത്ര ഈസി ആയിട്ട് അവള് പറഞ്ഞിട്ട് പോയെന്ന് നോക്കിയേ. ആ പെണ്ണൊരു വലിയ ബിസിനസ് മാഗ്നറ്റിന്റെ മകളാണ്. പല വലിയ ആൾക്കാരായിട്ട് ബിസിനസ് ചെയ്ത് ആ കുട്ടിക്ക് പരിചയമുണ്ട്. ഒരു ദിവസം അവളെ എത്ര വലിയ ആൾക്കാരെ കാണുന്നതായിരിക്കും. അതുകൊണ്ടാ ആ വീഡിയോ കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോയത്. അങ്ങനെ അല്ല ആന്റി, ആ വീഡിയോ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ അവള് ഞെട്ടുന്നത് എനിക്ക് കാണാമായിരുന്നു. എന്നിട്ട് അവള് പറയാനുള്ളത് ആലോചിച്ചു. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അത് മേഘനയല്ലെന്ന് എനിക്ക് ഉറപ്പാ. ജയമാരുടെ മകൾ സംയുക്ത തന്നെയാണത്. നിനക്ക് ഇത്രയൊക്കെ കൺഫർമേഷൻസ് പോരെ? ഇല്ല ആന്റി, എനിക്കതിന് ഇനിയും തെളിവുകൾ വേണം. അതുവരെ ഇവള് മേഘന തന്നെയാ. ഞാനിത് എന്തായാലും തെളിയിച്ചിരിക്കും. മഞ്ജരി, നീ വീണ്ടും വീണ്ടും ആ പഴയ വട്ട് തന്നെ പറയാണ്. സംയുക്തയെല്ലാം മേഘനയാണ് എല്ലാം തെളിയിക്കുന്നൊക്കെ പറഞ്ഞ് എന്താന്ന് വെച്ചാ കാണിക്ക്. പക്ഷെ അത് മേഘനയല്ല. മേഘനെ, നീ എന്തൊക്കെ നാടകം കളിച്ചാലും എത്രയൊക്കെ കള്ളം പറഞ്ഞാലും ഒരു ദിവസം നിന്റെ കള്ളത്തരെല്ലാം കണ്ടുപിടിച്ച് നീ മേഘനയാണെന്ന് ഞാൻ ഇവിടെ തെളിയിച്ചിരിക്കും. നോക്കു ചിക്കു, നിന്റെ അമ്മ ഇവിടെയുള്ള ആന്റിയും ഒരാള് തന്നെയാണല്ലോ. ഈ ആന്റി തന്നെയാ നിന്റെ അമ്മയെന്ന് ഇപ്പൊ സമ്മതിക്കുന്നോ? ഇല്ല ചക്കി, അമ്മയെ നോക്ക്, സാരിയെ കൊടുത്ത് മുടിയൊക്കെ പിന്നീതിട്ടല്ലേ നിക്കുന്നേ. ഈ ആന്റി ഇങ്ങനെയൊന്നല്ലല്ലോ. ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് കണ്ടാ തന്നെ മനസ്സിലാവില്ലേ? ഇവിടെ വന്നപ്പോ ഹെയർ സ്റ്റൈലും ഡ്രസ് സ്റ്റൈലും ഒക്കെ മാറ്റിയതാവല്ലേ, എന്നാലും ആള് മാറില്ലല്ലോ. നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ കണ്ടു നോക്ക്, പിന്നെ നിന്റെ ഈ സംശയങ്ങളൊക്കെ മാറിക്കോളും. എന്റെ കൺഫ്യൂഷനൊക്കെ ക്ലിയർ ആയി. ഈ ആന്റിയെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്തെന്ന് പപ്പ എന്നോട് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ വീഡിയോ മറ്റാരെയും കാണിക്കാൻ പാടില്ലെന്ന് അമ്മ എന്നോട് അന്ന് തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാ. നീ ഒന്നും പറയണ്ട, ഞാൻ പറയുന്ന ചെയ്താ മതി. വാ പോയി കാണിക്കാം. അച്ഛാ, മുത്തശ്ശ, മുത്തശ്ശി, എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വന്നേ.
ചക്കി ഇതെന്തു പറ്റി? എന്തിനാ എല്ലാവരും വിളിച്ചു വരുത്തിയത്? വട്ടമേശ സമ്മേളനം അത്യാവശ്യമുള്ള കാര്യമാണോ? അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് ചെറിയച്ച. അതെന്താ അതിനേക്കാൾ വലിയ ഇമ്പോർട്ടന്റ് ആയ കാര്യം? ഞാൻ കൊറേ നാളായിട്ട് ചിക്കുവിന്റെ ഹോം ടൂർ വീഡിയോ നിങ്ങളെയൊക്കെ കാണിക്കാന്ന് പറഞ്ഞില്ലേ? ഞാൻ എത്ര തവണ കാണിക്കാൻ വേണ്ടി വിളിച്ചതാണ്, നിങ്ങൾ ആരും വന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ സമയം ഉണ്ടാക്കി ഈ വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. ഇപ്പൊ ആ വീഡിയോ എല്ലാവരും കാണുകയാണെങ്കിൽ എന്നെ എല്ലാവർക്കും മനസ്സിലാവും. ചിക്കുവിന്റെ അമ്മ മേഘനയാണോ എന്നുള്ള ചോദ്യമായിരിക്കും ആദ്യം നേരിടേണ്ടി വരുന്നത്. ഇനി എന്ത് ചെയ്യും? അതല്ല, ഈ സാഹചര്യത്തിൽ ആ വീഡിയോ കാണിക്കേണ്ട കാര്യം എന്താണ് ചക്കി? അതൊന്നുമില്ല മുത്തശ്ശ, ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്താനുണ്ട്. അതിന് വീഡിയോസ് ആണ് എപ്പോഴും നല്ലത്. ഓഹോ, അപ്പൊ ഇത് വെറുതെ അർത്ഥം പറഞ്ഞതല്ലല്ലോ. കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലേ? വലിയ ആൾക്കാരെ പോലെയാണല്ലോ സംസാരിക്കുന്ന രണ്ടാളും. അത്ര വലിയ എന്ത് കാര്യം ഈ വീഡിയോയിലുള്ളത്? ഈ ചക്കി കാണിക്കുന്നതെല്ലാം ഈ ചിക്കുവിനെ കണ്ടിട്ട് കാണിക്കുന്ന. പറയുന്ന ഡയലോഗിനും അവളുടെ സൈസിനും ആനയും ആടും പോലുള്ള വ്യത്യാസം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. ഇപ്പൊ രണ്ടുപേരും നിന്ന് ഈ സംസാരിക്കുന്നുണ്ടല്ലോ, രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാ. എന്തോ അച്ഛാ, ഒന്ന് മിണ്ടാതിരിക്കോ? ഉം. ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് സംസാരിക്കാം. ശരി, ആയിക്കോട്ടെ, കാണിക്ക്. ഇത് നോക്ക്. ചക്കി, ഈ ചിത്രശലഭത്തിന്റെ പൂവിന്റെ ഒക്കെ വീഡിയോ നീ നേരത്തെ ഒരു പ്രാവശ്യം എന്നെ കാണിച്ചതല്ലേ? ഈ വീഡിയോ അല്ല അച്ഛാ, ഞാൻ വേറൊരു വീഡിയോ കാണിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്. ഈ ചിക്കുവിന്റെ ഹോം ടൂർ വീഡിയോ.